ഹലോ, നമ്മൾ ലെസൺ 7ൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും പഠിച്ചത് എന്തായിരുന്നു? സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നു. അതായത് ഏതായിരുന്നു? നീ കോഫി കുടിക്കാറുണ്ടോ, നീ അവളെ കാണാറുണ്ടോ, ഞാൻ അവളെ കാണാറുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണിക്കാനും, അതല്ലെങ്കിൽ എനിക്ക് ഭാവിയിലേക്ക് ഒരു കാര്യം ടൈം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കാണിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വേർബിൻ്റെ ING ഫോം. അതായത് സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എടുക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് എടുക്കുക, പ്ലൂറൽ ആണെങ്കിൽ ആർ എടുക്കുക. അതായത് സബ്ജക്റ്റ് ഏകവചനം അതേതായിരുന്നു? ഹീ, ഷീറ്റ്, നെയിമുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവർക്കാണെങ്കിൽ ഈസ് കൊടുക്കുക, ഐക്ക് ആമാന്ന് നമുക്കറിയാം. പ്ലൂറൽ ഞങ്ങൾ, അവർ, അതായത് ഒന്നിലധികമുള്ള ബഹുവചനം, അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആറ്. എന്നിട്ട് പിന്നെ വെർബിൻ്റെ വെർബ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇരിക്കുക, എഴുതുക, നടക്കുക, പോവുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ING കൂടെ ചേർത്തേക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, സിമ്പിളായിട്ടുള്ള ടെൻസ്, നല്ലോണം പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നതെന്ന് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പം ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കാണിക്കണം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നോ അതെല്ലാം എനിക്ക് കാണിക്കാൻ ഈ ടെൻസ് വേണം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് വെച്ചത് എനിക്ക് ടൈം മെൻഷൻ ചെയ്തിട്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം മെൻഷൻ ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അത് രണ്ട് ടെൻസും അതായത് ഇപ്പം നടക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. എക്സാമ്പിൾ നോക്കാം. ഐ എം റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുകയാണ്. ഓക്കെ. അന്ന ഈസ് റീഡിങ് എ ബുക്ക്. അന്ന സിംഗുലറാണ്, അവൾക്ക് നമ്മൾ ഈസ് കൊടുത്തു. ഓക്കെ. ദേ ആർ റീഡിങ് എ ബുക്ക്. അവർ പ്ലൂറൽ ആയതുകൊണ്ട് അവർക്ക് ദേ ആർ റീഡിങ് എ ബുക്ക്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. പിന്നെ ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ നെക്സ്റ്റ് വീക്ക്. ഉണ്ടോ? രണ്ടാമത്തെ യൂസ് എവിടെയാണ്? അതായത് നെക്സ്റ്റ് വീക്ക്. ഞാനവിടെ സ്പെസിഫിക് ആയിട്ട് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആ ഒരു യൂസും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഷീസ് ഗോയിങ് ടു ബൈ എ സ്കൂട്ടർ. കാരണം ഷീസ് ഗോയിങ് ടു ബൈ എ സ്കൂട്ടർ എന്നാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ അവൾ ഇപ്പം മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആയിപ്പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പക്ഷേ അവൾക്കൊരു സ്കൂട്ടർ മേടിക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ടൈം മെൻഷൻ ചെയ്തിരിക്കണം. ഷീസ് ഗെറ്റിംഗ് എ ചെയർ ഫോർ യുവർ മദർ. ഓക്കെ. അപ്പോൾ അവൾ ചെയർ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള മീനിങ്ങിൽ. ടീച്ചർ ഈസ് ഗോയിങ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. അതും ഓക്കെ. ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് ഈസ് എടുത്തു. പിന്നെ വി ആർ ക്ലീനിങ് ദ ഹൗസ്. നമ്മൾ പ്ലൂറൽ ആയതുകൊണ്ട് ആറ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതുപോലെ കുറേ എക്സാമ്പിൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. രണ്ട് യൂസ് എവിടെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും പിന്നെ ടൈം മെൻഷൻ ചെയ്ത് ഭാവിയിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും. ഈ രണ്ട് യൂസാണ് ഇതിനെ കൊണ്ട് നമുക്കുള്ളത്. അപ്പോൾ ഈ ടെൻസ് ഇത്രയും എളുപ്പമായിട്ടുള്ള ടെൻസാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്നുള്ള കാര്യം കുറേ എക്സാമ്പിൾ ചെയ്ത് ശ്രമിക്കാം. അടുത്ത ആഴ്ച നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ.